അങ്ങനെ വെൽക്കം ടു ഹനീസ് ട്രാവലോ. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. അപ്പം ഇന്ന് വെറുതെ വീട്ടിൽ നിന്ന് കുറേ ബോറായിട്ടോ, അതുകൊണ്ടാണ് പോലെ നമുക്ക് പോയാലോ. അപ്പോൾ ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ രാത്രിയിൽ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ബൈക്കിൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ആൾക്കാരത് ഇങ്ങനെ കലശം പോലത്തെയൊക്കെ എടുത്തിട്ട് നടക്കുന്നത്. ഇത് ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസത്തിൽ, അതായത് നമ്മുടെ കർക്കിടക മാസത്തിന് ഇവർ ശ്രാവണ മാസം എന്നാണ് പറയുക. ശ്രാവണ മാസത്തിൽ ആൾക്കാരിങ്ങനെ കാവടി എടുത്തിട്ട് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലേക്ക് പോകും. ചിലർ നടന്നിട്ട് പോവും, ചിലർ ബൈക്കിൽ, കാറിൽ, പിന്നെ ലോറിയിൽ കുറേ ആൾക്കാർ ചേർന്നിട്ട് അങ്ങനെയൊക്കെ പോവേ. അങ്ങനെ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഹനി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹനിക്ക് ബിരിയാണി കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഞങ്ങളവിടെ മലയാളി കടയിൽ പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തുമ്പോഴത്തേക്കും ബിരിയാണി തീർന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ പിന്നെ ബിരിയാണി കഴിക്കേണ്ടെന്ന് വെച്ച് തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ ഇതേപോലെ കാവടി എടുത്തിട്ട് ആൾക്കാർ പോകുന്നത് നമുക്ക് കാണാം. ഇത് ശ്രാവണ മാസത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു നോർമൽ കാഴ്ചയാണ്. ചിലർ ഇങ്ങനെ നടന്ന് കേദാർനാഥ് വരെ പോവും, ചിലർ ഹരിദ്വാർ വരെ പോവും, ചിലരാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിൽ പോവും. അപ്പോൾ ഈ കയ്യിലുള്ളത് ഗംഗാജലമാണ്. ഈ ഗംഗാജലവും എടുത്തിട്ട് പോയി ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്ന മാതിരി വ്രതമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ചിലർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് തന്നെ നടക്കും, ചിലർ ചെരുപ്പിടാണ്ടേ നടക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഹനിക്ക് ബിരിയാണി കിട്ടാത്ത കാരണം ദോശ വേണം പറഞ്ഞു. ഇപ്പോൾ ആ ലോറി അവിടെ നിർത്തിയിട്ട് കണ്ടില്ലേ, അപ്പോൾ ആ ലോറിയിൽ നിറച്ചു ആൾക്കാർ ഇതേമാതിരി കാവടി എടുത്തിട്ട് പോകാനുള്ള ആൾക്കാർ അവിടെ ചേർന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥനയും ഭജനയൊക്കെ നടത്തുകയാണ്. ആ ചില സ്ഥലത്ത് അങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കറങ്ങി റായ് മാർക്കറ്റിലെത്തി. ഞങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ബൾബ് ചീത്തയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിക്കണമായിരുന്നു. ഞങ്ങൾ റായ് മാർക്കറ്റിൽ നിന്ന് അതും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ ഹനിക്ക് ദോശ കഴിക്കണം പറഞ്ഞിട്ട് ഇനിയൊരു ദോശക്കടയിൽ പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇവിടെ ന്യൂ ദോശ കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ദോശക്കടയുണ്ട്. ഞങ്ങൾ അവിടെ വന്നു. അപ്പോൾ ഹനിക്ക് പ്ലെയിൻ ദോശയും എനിക്ക് ഒരു ബട്ടർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊരു തമിഴ് ആൾക്കാർ നടത്തുന്ന കടയാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നതൊക്കെ ആക്ച്വലി ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ കടേൻ്റെ നമ്മുടെ കഥകളീൻ്റെ പടമൊക്കെ ഉണ്ട്. കുഞ്ഞിൻ്റെ പ്ലെയിൻ ദോശ മാത്രമേ വന്നുള്ളൂ. എൻ്റെ ബട്ടർ മസാല ദോശ ഇപ്പോൾ വരും. ദോശ വൈറ്റ് കളർ ചട്ടനിയുണ്ട്, സാമ്പാറുണ്ട്, സാമ്പാർ പോലെ കേട്ടോ, തക്കാളി ചട്ടനിയുണ്ട്, 3 കറികൾ, ഒരു വലിയ തക്കാളി ദോശ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, ഞാനും ഹനിയും മാത്രമേ ദോശക്കടയിൽ നിന്ന് ദോശ കഴിച്ചുള്ളൂ. മോഹത്തിന് ദോശ ഇഷ്ടമല്ലാത്ത കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡിഷ്യൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ മോഹത്ത് ഇവിടെ നിന്ന് വന്നിട്ട് ഒരു മട്ടൻ ബിരിയാണി പാർസൽ വാങ്ങിക്കുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മട്ടൻ ബിരിയാണി പാർസൽ വാങ്ങിച്ചിട്ട് വരുമ്പോൾ വഴിയിലൊരു ഐസ്ക്രീം കട കണ്ടു. സ്വാഭാവികമായിട്ടും ഹനിക്ക് ഐസ്ക്രീം വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഐസ്ക്രീം, ഫലൂദ, ഷേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് അവൈലബിൾ ആണ്. കണ്ടോ, ബദാം ഷേക്ക്, ഫലൂദ, ഫ്രൂട്ട് സാലഡ്, കാജു ഷേക്ക്, അഞ്ചീർ ഷേക്ക്, അങ്ങനെ പിന്നെ വാനില, സ്ട്രോബെറി ഫ്ലേവറുള്ള ഐസ്ക്രീംസ്, അങ്ങനെ കുറേ ഐറ്റംസ് അവൈലബിൾ ആണ്. അതിന് അതിനകത്തുനിന്ന് ഒരു വാനില ഫ്ലേവറുള്ള കപ്പ് ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് കണ്ടില്ലേ ആൾക്കാർ ഇതുപോലെ കുടമൊക്കെ എടുത്ത് നടന്ന് ശിവക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ ഇതിലൊക്കെ ഗംഗാജലമാണ്. ഈ ഗംഗാജലമാണ് ഇനി ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ആൾക്കാരിങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് കാവടി എടുത്ത് പോകുന്നത്. അതേപോലെ കുറേ പേര് ചേർന്ന് ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ ആയിട്ടും പോകും കേട്ടോ കാവടി എടുത്തിട്ട്. അങ്ങനെ ഒരു കൂട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ വഴിയിൽ കൂടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കാവടി എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഹരിദ്വാറിലേക്കോ കേദാർനാഥിലേക്കോ ഒക്കെ ഉള്ള യാത്രയാവാം. ഇവർ കാലിൽ ചിലങ്കയൊക്കെ കെട്ടിയിട്ടാണ് നടക്കുക കേട്ടോ, ആണുങ്ങളായാലും. അപ്പോൾ അങ്ങനെ ആ ചിലങ്കയൊക്കെ ഇട്ട് വഴിയിൽ മുഴുവൻ ഡാൻസൊക്കെ ചെയ്ത് ശിവസ്തുതികളൊക്കെ പാടി അങ്ങനെയൊക്കെയാണ് ഇവർ കാവടി എടുത്തിട്ട് പോകുന്നത്.
പിന്നെ ഇതേപോലെ ചില സ്ഥലത്തിരുന്ന് താമസിച്ച് ഭജനയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.